PT എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് യൂസ്ഫുൾ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ എക്സാം ഫോർമാറ്റ്. എക്സാം ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം. ടെസ്റ്റ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഏതൊക്കെ സെക്ഷനിൽ ഏതൊക്കെ പോർഷൻസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, ഇതൊക്കെ ബിഫോർ ഹാൻഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനായിട്ട് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. സെക്കൻഡ് എന്ന് പറയുന്നത് ഡെവലപ്പ് സ്ട്രോങ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമുക്ക് റീഡിങ് അല്ലെങ്കിൽ ലിസണിങ് ആണെങ്കിൽ നമുക്ക് ടൈം ലിമിറ്റ് പറയുന്നില്ല, പക്ഷേ 2 മിനിറ്റാണ് സജസ്റ്റഡ് ടൈം. അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതായി പോകും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. 2 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 4 മിനിറ്റ് എടുത്തേക്കാം. പക്ഷേ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ട് ടൈം കുറച്ച് കൊണ്ടുവരണം. ടൈം മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. തേർഡ് പോയിന്റ്, ഇംപ്രൂവ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു എസ്സേ ടൈപ്പ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എസ്സേ ടൈപ്പ് ചെയ്താൽ മാത്രം പോരാ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു 50-60 സ്കോർ കിട്ടും. പക്ഷേ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഗ്രാമറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്. വൊക്കാബുലറി ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടേ നമ്മൾ സബ്മിറ്റ് ചെയ്യാവൂ. അപ്പോൾ നമ്മൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സും ആർട്ടിക്കിൾസും ബുക്സൊക്കെ വായിക്കുക. പിന്നെ അക്കാഡമിക് വേർഡ്സ് ആയിട്ട് കോമൺ അക്കാഡമിക് വേർഡ്സൊക്കെ നമ്മൾ ഫെമിലിയറൈസ് ചെയ്ത് വയ്ക്കുക. ഫോർത്ത് എന്ന് പറയുന്നത് വർക്ക് ഓൺ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഫ്ലുവൻസി. ഇപ്പോൾ നമുക്ക് സ്പീക്കിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. നമുക്കൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫ്ലുവൻ്റ് ആയിട്ട് നമ്മൾ തിരിച്ച് പറയാം. അപ്പോൾ ഫ്ലുവൻസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് ഇല്ലാതെ, അൺനെസസറി പോസസ് ഇല്ലാതെ, ഹെസിറ്റേഷൻ ഇല്ലാതെ ഒരു പാരഗ്രാഫ് പ്രോപ്പറായിട്ട് വായിക്കുന്നതിനാണ്. ഇപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് സ്പീഡിലും വായിക്കാൻ പാടില്ല, ഒരുപാട് സ്ലോ ആയിട്ടും വായിക്കാൻ പാടില്ല. ഒരു നോർമൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ഓവർ സ്പീഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷന് മാർക്ക് കുറയും. വേർഡ്സ് നമ്മൾ മര്യാദയ്ക്ക് പ്രൊനൗൺസ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കുറയും. അപ്പോൾ ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതിന് പ്രത്യേകിച്ച് ലൂപ്പ് ഹോൾസ് എന്ന് പറയാനില്ല, ഷോർട്ട് കട്ട്സ് എന്ന് പറയാനില്ല. ഡെയിലി പ്രാക്ടീസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലുവൻസിയും പ്രൊനൗൺസിയേഷനും ഇമ്പ്രൂവ് ചെയ്യാൻ. ഇതൊക്കെയാണ് കുറച്ച് യൂസ്ഫുൾ ടിപ്സ് എന്ന് പറയാൻ ഉള്ളത്. കൂടുതൽ ടിപ്സ് മനസ്സിലാക്കാനും എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനുമായി കോസ്മോ സെൻറ്ററിൽ ജോയിൻ ചെയ്യുക. താങ്ക്